ഓക്കെ, ഇത് മെൻസുറേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്ത് SSC CHSL 2020 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ ദ ഫോളോയിങ് ഫിഗർ നോട്ട് സ്കെയിൽ DAB ഈക്വൽ ടു DAB പ്ലസ് CBC, DAB പ്ലസ് CBC എന്ന് പറയുന്നത് 90 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ BCയും ADയും ഈക്വലാണ്. ദെൻ AB വാല്യൂ വന്നിട്ടുണ്ട്, CD വാല്യൂ വന്നിട്ടുണ്ട്. ഇത് 10 ഇത് 20. ദെൻ ഏരിയ ഓഫ് ക്വാഡ്രിലാറ്ററൽ ABCD ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് എങ്കിൽ, അതായത് ഈ രണ്ട് ആംഗിള് 90, സമ്മ് 90, ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ, ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് വേറൊന്നും ചെയ്യേണ്ട, 1/4 ഇൻറ്റു AB² മൈനസ് CD² ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. CD² ചെയ്ത് കഴിഞ്ഞാൽ ആൻസറായി. അപ്പോൾ ആൻസർ എത്രയെന്ന് പറഞ്ഞു വരും? ആൻസർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1/4 ഇൻറ്റു 20² മൈനസ് 100, 10². ഓക്കെ, അതായത് 400 മൈനസ് 100, 300, 300/4, 75. 75 ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ. 75 ആയിരിക്കും ഫൈനൽ ആൻസർ. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു ഡൗട്ടുള്ളത്, ഈ ഒരു ഇക്വേഷൻ എങ്ങനെ ഫോം ചെയ്തു എന്നൊരു ഡൗട്ട് ഉണ്ടാകാം. അതും കൂടി ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. എങ്ങനെയാണ് ഈ ഒരു ഇക്വേഷൻ ഫോം ചെയ്തതെന്നും കൂടി കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് തന്നിരുന്നത് ഈ ആംഗിളും കൂടി കൂട്ടുമ്പോൾ 90 തന്നിരുന്നു. അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റായിട്ട് ഞാൻ ഈ ഒരു ലൈൻ സപ്പോസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമെന്ന് വിചാരിച്ചു. ഈ ഒരു ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുമെന്ന് വിചാരിച്ചു. ഓക്കെ, ഇതിൽ വന്ന് കൂട്ടിമുട്ടി. അപ്പോൾ ഇത് രണ്ടും 90 ആണെങ്കിൽ ഈ ഒരു ആംഗിൾ 90 ആയിരിക്കും. ശരിയാണല്ലോ, ഈ ഒരു ആംഗിൾ 90 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇതും 90 ആയിരിക്കും. ഒരു ലൈനിലെ ടോട്ടൽ ആംഗിൾ 180 ആണ്. ഇനി ഞാൻ സപ്പോസ് BCനെ X എന്ന് എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്നതായിരിക്കും ADയും X. കാരണം ക്വസ്റ്റ്യനിൽ നമുക്കത് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? BCയും ADയും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. BCയും ADയും ഈക്വലാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? BCയും ADയും ഈക്വലാണ്. ഇനി ഞാൻ ഈ ഒരു ലെങ്തിനെ A എന്ന് പറഞ്ഞെടുക്കുന്നു. അതായത് ഇവിടം തൊട്ട് ഇത്രയുള്ള ലെങ്തിനെ A എന്ന് പറഞ്ഞെടുക്കുന്നു. ഇതിനെ Y എന്നും പറഞ്ഞെടുക്കുന്നു. ഓക്കെ, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഈ രണ്ട് ട്രയാങ്കിൾ, ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെയും രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി. ശരിയല്ലേ? ഒന്നാമത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുമ്പോൾ അത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയതുകൊണ്ട് എനിക്ക് AY എന്ന് എടുക്കാം. AY ഏരിയ എന്ന് പറഞ്ഞെടുക്കാം. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. രണ്ടാമത്തെ ട്രയാങ്കിളിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇത് എനിക്ക് X മൈനസ് A എന്ന് പറഞ്ഞ് കിട്ടും. കാരണം ടോട്ടൽ ഡിസ്റ്റൻസ് X ആണല്ലോ. ടോട്ടൽ ഡിസ്റ്റൻസ് X ആയതുകൊണ്ട് തന്നെ ഇതെനിക്ക് X മൈനസ് A എന്ന് പറഞ്ഞ് കിട്ടും. X മൈനസ് A ഇൻറ്റു X പ്ലസ് Y എന്ന് പറഞ്ഞ് കിട്ടും. X പ്ലസ് Y എങ്ങനെ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു പോർഷൻ്റെ ലെങ്ത് ഏത്? ഈ ഒരു പോർഷൻ്റെ ലെങ്ത് എത്ര വരും? X പ്ലസ് Y എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ അതൊന്ന് ജസ്റ്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ, അതൊന്ന് ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ 1/2 വേണമെങ്കിൽ കോമൺ ആയിട്ട് എടുക്കാം. 1/2 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? AY ഉണ്ട്, ദെൻ X² ഒരെണ്ണം വരും, ദെൻ X പ്ലസ് Y വരും, ദെൻ Y, ഓക്കെ, X പ്ലസ് X മൈനസ് XA വരും, മൈനസ് XA മൈനസ് AY എന്ന് പറഞ്ഞ് വരും. ഇതാണ് കിട്ടുന്നത്. ഇതിൽ AYയും ക്യാൻസൽ ആകും. ബാക്കി പോയിട്ട്
1/2 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ പ്ലസ് എക്സ് വൈ ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതല്ലെങ്കിൽ ഇതാണ് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇതാണ് ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഏരിയ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഓക്കെ, ഇതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ട്രയാങ്കിൾ എടുക്കുന്നു. ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ അകത്ത് എനിക്ക് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് സി ഡി സ്ക്വയർ എന്ന് പറഞ്ഞ് പറയാം. പൈതഗോറസ് തിയറം അനുസരിച്ചിട്ട് എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുമ്പോൾ സി ഡി സ്ക്വയർ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ രണ്ടാമത്തെ ട്രയാങ്കിളിൽ എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയർ എന്ന് പറയാം. ഓക്കെ, ഇത് രണ്ടാമത്തെ ഇക്വേഷനും ഞാനിത് ഒന്നാമത്തെ ഇക്വേഷനുമായിട്ട് എടുത്തിട്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറയ്ക്കുവാണ്. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ, ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ് സ്ക്വയർ മൈനസ് 2ax പ്ലസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ മൈനസ് എ സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് എ ബി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. എ ബി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം, ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് കളയാം. ഓക്കെ, ഞാൻ ക്യാൻസൽ ചെയ്ത് കളയുവാണ്. ഓക്കെ, ഈ ബാക്കിയുള്ള ഐറ്റംസ് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ 2x സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. അതുപോലെ തന്നെ മൈനസ് 2ax എന്ന് പറഞ്ഞ് കിട്ടും പ്ലസ് 2xy എന്ന് പറഞ്ഞ് കിട്ടും. എന്ന് പറയുന്നത് എ ബി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ ആണ്. ഞാൻ ഈ എല്ലായിടത്തു നിന്നും കോമൺ ആയിട്ട് 2 വെളിയിലെടുക്കുകയാണ്, അല്ലെങ്കിൽ മൊത്തം ഇക്വേഷനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എത്ര വരും? ഇവിടെ ഒരു ഹാഫ് വരും, കാരണം രണ്ട് സൈഡിലും എന്ത് ചെയ്യണം? 2 വെച്ച് ഡിവൈഡ് ചെയ്യണമല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഏരിയ കണ്ടുപിടിച്ച് നമ്മൾ വെച്ചത് എക്സ് സ്ക്വയർ മൈനസ് എക്സ് എ പ്ലസ് എക്സ് വൈൻ്റെ ഹാഫാണ്. ഇവിടെ ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് എ എക്സ് ഉണ്ട്, ദെൻ എക്സ് വൈ ഉണ്ട്. സോ ഇതിനെ രണ്ട് സൈഡിലും ഹാഫ് വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒന്നീ ഹാഫ് വെച്ച് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഹാഫ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ട് സൈഡിൽ ഒന്നെങ്കിൽ 2 ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 1/2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എത്ര വരും? 1/4 ഇൻറ്റു എ ബി സ്ക്വയർ മൈനസ് സി ഡി സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ കുറച്ചു മുമ്പ് എടുത്ത ഇക്വേഷൻ ഫോം ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസറായിട്ട് നമുക്ക് കിട്ടുന്ന സ്റ്റെപ്പ് വന്നത്. ഓക്കെ, ഓക്കെ, ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ 90 ആണെന്ന് ഒരു ഐഡിയ വരണം. കാരണം ഇത് രണ്ടും 90-ഉം ഇത് രണ്ടും 90 ആയതുകൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 90 ആയതുകൊണ്ട് ഇത് 90 ആണെന്ന് ഐഡിയ വരണം. ഓക്കെ, ദെൻ എ ഡിയും, അതായത് ഈ പെർപെൻഡിക്കുലർ വന്ന് വീഴുന്ന സൈഡ്, അതുപോലെ തന്നെ ഇതും ഈക്വൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ രണ്ട് ഹൈപ്പോട്ടെന്യൂസിൻ്റെയും സ്ക്വയറിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് 1/4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ ഇതായിരിക്കും ഈ ക്വസ്റ്റിൻ്റെ ഫൈനൽ ആൻസർ.